ഹരിശൗരി പ്രഭുവിൻ്റെ ബുക്കിൽ വായിച്ചാണ്. ഹരിശൗരി പ്രഭു അവസാനത്തെ നവംബറിലാണ് പ്രഭുപാദ് സമാധിയായത്. ഒക്ടോബറിൽ പ്രഭുപാദിൻ്റെ പേഴ്സണൽ സെർവൻ്റായിട്ട് നിന്ന് ആണ് ഹരിശൗരി പ്രഭു. അപ്പോൾ ആ സമയത്ത് നടന്ന കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം ഒരു ബുക്കിലായിട്ട് എഴുതിയിട്ടുണ്ട്. ആ ബുക്കിൻ്റെ പേര് ബാക്ക് ടു വൃന്ദാവൻ എന്നാണ് ആ ബുക്കിൻ്റെ പേര്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ പ്രഭുപാദ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്ന ശീല പ്രഭുപാദ് 2 പ്രധാന ഫൈനൽ ഇൻസ്ട്രക്ഷനാണ് ആ സമയത്ത് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിട്ടുള്ളതെന്ന് പറയുന്നു. ഒന്ന്, പ്രഭുപാദ് ഫുൾ ബെഡിലായിരുന്ന സമയത്ത് പ്രഭുപാദ് തൻ്റെ ശിഷ്യന്മാരോട് നിരന്തരം കീർത്തൻ ചെയ്യാൻ പറയുമായിരുന്നു. അതും 8-9 മണിക്കൂറാണ് കീർത്തൻ ചെയ്യുന്നത്. മാറി മാറി ഡിവോട്ടീസ് ഒന്ന് ചെയ്യും. അതിൽ വേറെ വലിയ മ്യൂസിക്കൽ ഇതില്ല, ജസ്റ്റ് ചെറിയൊരു കർത്താല് മാത്രമേ ഉള്ളൂ. അത് കർത്താലും വളരെ സോഫ്റ്റായിട്ടാണ് അടിക്കുന്നത്. അവർ ആ ഡിവോട്ടീസ് ആ സൗണ്ട് നാമമാണ് ഉറച്ചു പറയുന്നത്. അങ്ങനെ ശീല പ്രഭുപാദ് കേൾക്കാൻ വേണ്ടി. പ്രഭുപാദ് ഇടയ്ക്കൊക്കെ ഭാഗവതവും വായിക്കാനായിട്ട് പറയും. പിന്നെ രാത്രി 1:30 തൊട്ട് 3:30 വരെ കൃഷ്ണ ബുക്ക് വായിക്കാൻ പറയും. അപ്പം സരസ്വതി ഹരിശൗരി പ്രഭു പറയുന്നു, പ്രഭുപാദ് അവസാനത്തിൽ ശിഷ്യന്മാർക്കൊരു നിർദ്ദേശം കൊടുക്കുകയാണ്, നമ്മളെല്ലാം പരിശുദ്ധ ഭക്തരായി തീരണം എന്നുള്ളത്. കാരണം നമ്മൾ പൂർണ്ണമായിട്ട് നാമത്തെയും ഭാഗവത്തിനെയും ആശ്രയിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് പ്രഭുപാദ് ആ സമയത്ത് കൊടുക്കുന്നത് എന്ന് പറയും. അപ്പം ഇങ്ങനെ ബെഡിൽ കിടക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പ്രഭുപാദ് ഓരോ ശിഷ്യന്മാരെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കുമ്പം അതിനകത്ത് വേറെ എക്സ്പ്രഷനൊന്നും കാണത്തില്ല. പക്ഷെ അവർക്ക് ഉള്ളിൽ തോന്നുന്നത് ഞാനും പ്രഭുപാദിൻ്റെ പോലെ ആ ഒരു പരിശുദ്ധ ഭക്തിയിലേക്ക് വരണം എന്ന് പ്രഭുപാദ് ആഗ്രഹിക്കുകയാണ് എന്ന് അവർക്ക് അങ്ങനെ തോന്നുമെന്ന് പറയും. അങ്ങനെ പരിശുദ്ധ ഭക്തരാവണം എന്നുള്ള ഫസ്റ്റ് ഇൻസ്ട്രക്ഷനും. പിന്നെ പ്രഭുപാദ് ആ ബെഡിലായിരുന്ന സമയത്തും ഈ വൃന്ദാവനത്തിൽ പ്രഭുപാദ് ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ഒരു ബെല്ലടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 7 മണിയാണെങ്കിൽ 7 മണിയുടെ ബെല്ലടിക്കും. 7:30 ആകുമ്പോൾ ഒരു ബെല്ലടിക്കും. പിന്നെ 8 മണിയാകുമ്പോൾ 8 വട്ടം ബെല്ലടിക്കും. 9 മണിയാകുമ്പോൾ 9 വട്ടം അടിക്കും. 8:30 ആകുമ്പം 1 വട്ടം അടിക്കും. അങ്ങനെ കൃത്യമായിട്ട് പ്രഭുപാദ് ചെയ്യാനായിട്ട് ഒരു ആളിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഒരു ചോക്കിദാറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രഭുപാദ് ഈ ബെഡിൽ കിടക്കുന്ന സമയത്തും ഈ കറക്റ്റ് ടൈമിൽ ബെല്ലടിച്ചില്ലെങ്കിൽ പ്രഭുപാദ് ആൾക്കാർ എന്താ അത് അടിക്കാത്തതെന്ന് ചോദിക്കും. വേറെ എന്തെങ്കിലും സ്പിരിച്വൽ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇടയ്ക്ക് ബെല്ല് കറക്റ്റായിട്ട് അടിക്കാത്ത എന്താന്ന് പ്രഭുപാദ് ഇങ്ങനെ ചോദിക്കും തമാൽ കൃഷ്ണ മഹാരാജന്. അപ്പം പ്രഭുപാദ് പറയും ഞാൻ ഇത് വലിയ ഹ്യൂജ് എസ്റ്റാബ്ലിഷ്മെൻ്റാണ് ചെയ്തത്, നിങ്ങളായിട്ടത് സ്പോയിൽ ചെയ്യരുത്, അത് പിന്നെ ഒരു ഡിസാസ്റ്ററായിട്ട് മാറും എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പം തമാൽ കൃഷ്ണ മഹാരാജ് പറയും, ഇല്ല പ്രഭുപാദ്, ഞങ്ങൾ വലുതാക്കിയില്ലെങ്കിലും പ്രഭുപാദ് തന്നത് ഞങ്ങളങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് പറയും. അപ്പം അതിനകത്ത് ഹരിശൗരി പ്രഭു പറയുന്ന കാരണം എന്തുകൊണ്ട് ബെല്ലിനെ പ്രഭുപാദ് ഇത്രയും ഇത് പറയുന്നത് വെച്ചാൽ, ബെല്ലെന്ന് വെച്ചാൽ പങ്ക്ച്വാലിറ്റിയാണ്. കറക്റ്റ് സമയത്ത് ഇത് അടിക്കണം എന്നുള്ളത്. അങ്ങനെ കറക്റ്റ് സമയത്ത് ഒരു കാര്യം നടക്കണമെങ്കിൽ ആരെങ്കിലും അതിൻ്റെ പുറകെ നിന്നാലേ അത് നടക്കത്തുള്ളൂ. കറക്റ്റ് സമയത്ത് ചെയ്യണം. അപ്പോൾ ഒരു കറക്റ്റ് മാനേജ്മെൻ്റ് ഉണ്ടെങ്കിലാണ് അത് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മാനേജ്മെൻ്റ് ഇല്ലെങ്കിൽ ഈ പ്രസ്ഥാനം വിഘടിച്ചു പോകും. അപ്പം ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഹരിശൗരി പ്രഭു പറയുന്ന ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ, പ്രഭുപാദ് നമ്മളെല്ലാവരും പരിശുദ്ധ ഭക്തിയിലേക്ക് വരണം. അവസാനം നമ്മൾ തിരുനാമത്തെയും ഭാഗവത്തെയും പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന തലത്തിലേക്ക് വരണം. ഒന്ന്. രണ്ടാമത് പ്രഭുപാദ് പറഞ്ഞ ഫൈനൽ ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. ഇത് പ്രഭുപാദ് തന്നതിനെ ഇതാക്കി മോശമാക്കി കളയരുത്. അതും പ്രഭുപാദിൻ്റെ ഒരു ആഗ്രഹമാണ് എന്നുള്ള ഈ 2 കാര്യങ്ങൾ. वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यश्च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। अनंत कोटि वैष्णववृंद की जय। श्रील प्रभुपाद की जय।